ഫ്ലവേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ ഈ വേദിയിൽ അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് മനോഹരമായ ഒരു ഡ്യുവറ്റാണ്. എന്നോമലേ എൻ ശ്വാസമേ എൻ ജീവനേ ആയിഷ, എന്നോമലേ എൻ ശ്വാസമേ എൻ ജീവനേ ആയിഷ. മുത്തുച്ചിപ്പിപ്പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മുത്തുച്ചിപ്പിപ്പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറിപ്പാറി നിന്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. മുത്തുച്ചിപ്പിപ്പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. പ്രിയമാം സന്ദേശവുമണയും ഒരു ചിത്രവിന്റെ മാനസം നിറയെ പൂവിടുമാശകൾ കാണുവാൻ മോഹമായി. ഒരു കാറ്റിൻ പൂങ്കവിൽ തഴുകും പ്രിയമാം സന്ദേശവുമണയും ഒരു ചെപ്പിൽ നിന്റെ മാനസം നിറയും പൂവിടുമാശകൾ കാണുവാൻ മോഹമായി. പൂവിന്റെ വാനിലെ മധുവാർന്നൊരു നറുതേൻ തുള്ളി പോ. ആർദ്രമാം നെഞ്ചിലെ പ്രിയമാർന്നൊര മുഖമെന്നും നീ അറിയൂ ആയിഷ. മുത്തുച്ചിപ്പിപ്പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറിപ്പാറിയെന്നും നിന്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. മുത്തുച്ചിപ്പിപ്പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, തന്നനനനനന തന്നനനനനന ശ്രീരാഗം. ഇനി നമ്മൾ അടുത്ത അവാർഡിലേക്ക് കടക്കുകയാണ്. ബെസ്റ്റ് മൂവി ക്രിട്ടിക്സ് ചോയ്സ്. സൈറ്റേഷൻ നൽകുന്നതിന് വേണ്ടി സ്കി ഐസ്ക്രീംസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ജോയ് വിജയ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലേക്ക് എത്തിയ പുരസ്കാരം കൈമാറാൻ സൈജു കുറുപ്പിനോട് അഭ്യർത്ഥിക്കുകയാണ്. സൈജേട്ടൻ പ്ലീസ് ഡു ദ ഓണേഴ്സ് ഫോർ us. ബെസ്റ്റ് മൂവി ക്രിട്ടിക്സ് ചോയ്സ് ഈ ഒരു പുരസ്കാരമാണ് നമ്മളിപ്പോൾ ഈ വേദിയിൽ വെച്ച് നൽകാൻ പോകുന്നത്. ആൻഡ് ദ അവാർഡ് ഗോസ് ടു MRK Jairam for the movie Echo. Congratulations, inviting Mr. MRK Jairam on stage.
കഴിഞ്ഞ വർഷം അവസാനം വന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ എക്കോ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ അവാർഡ്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് അദ്ദേഹത്തിന് സൈറ്റേഷൻ നൽകി ആദരിക്കുന്നു മിസ്റ്റർ ജോയ് വി ജി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സ്കീ ഐസ്ക്രീംസ്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? എക്കോ അങ്ങനെ പുരസ്കാരം നേടിയിരിക്കുകയാണ്, അതും ബെസ്റ്റ് മൂവി ക്രിട്ടിക് ചോയ്സ്. Thank you Flowers TV for getting me here. ഷൈജു പറഞ്ഞപ്പോൾ തന്നെ ആക്ച്വലി ഐ എം ദ ഫസ്റ്റ് ടൈം പ്രൊഡ്യൂസർ ആയിട്ട് തന്നെ ആക്ച്വലി ഐ ഹവ് ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് എൻ വണ്ടർഫുൾ അവാർഡ് ആൻഡ് ഇറ്റ്സ് എൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫോർ മീ ആസ് വെൽ. ഐ എം എ മലയാളി, തലശ്ശേരിക്കാരനാണ്, സെറ്റിൽഡ് ഇൻ ചെന്നൈ, സോ മൈ മലയാളം വിൽ ബി ലീവ് ഇറ്റ്. Okay. This award I dedicate to my entire team who creatively did amazing job, right from Bahul, Ramesh, Mujib Ka, everyone. ആരൊക്കെ എന്തൊക്കെ റോൾ ഏറ്റെടുത്തോ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വൺസ് അഗൈൻ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സൈജൻ. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അവാർഡാണ്. എന്റർടൈനർ ഓഫ് ദ ഇയർ അവാർഡ്സ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ബെസ്റ്റ് വെബ് സീരീസിൽ നിന്നാണ് ഈ ഒരു ആക്ടറിനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് അഗൈൻ ഗോസ് ടു കേരള ക്രൈം ഫയൽസ് സീസൺ 2 ആൻഡ് ദ ആക്ടർ ഇസ് വൺ ആൻഡ് ഓൺലി ഇന്ദ്രൻ ചേട്ടനാണ് ആ ഒരു പുരസ്കാരം സ്വന്തമാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അദ്ദേഹത്തിന് സൈറ്റേഷൻ നൽകി ആദരിക്കാൻ വേണ്ടി മിസ്റ്റർ വരുൺ ശശിധരൻ, GM മാർക്കറ്റിംഗ് ഈസ്റ്റേൺ, അദ്ദേഹത്തിനെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബെസ്റ്റ് വെബ് സീരീസ് ആക്ടർ കേരള ക്രൈം ഫയൽ സീസൺ 2 വേണ്ടി നമ്മുടെ സ്വന്തം ഇന്ദ്രൻ ചേട്ടൻ. Mr. Varun Shashidharan, please do join us. It's the GM of Marketing of Eastern. നമ്മുടെ ഇന്ദ്രൻ സേട്ടിന് ഒരു സൈറ്റേഷൻ നൽകി ആദരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ദ്രൻ ചേട്ടനെ നമ്മൾ കൂടുതലും കോമഡി റോൾസും ക്യാരക്ടർ റോൾസും ഒക്കെ ചെയ്താണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ ഒരു വെബ് സീരീസിൽ കുറച്ചൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അതിനാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് ഇപ്പം ലഭിച്ചിട്ടുള്ളത്. എന്താണ് ഇന്ദ്രൻ ചേട്ടന് പറയാനുള്ളത്? ഇത് ആദ്യത്തെ അനുഭവമാണ്. പ്രത്യേകിച്ചും ഫ്ലവേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. അവരുടേതല്ലാത്ത ഒരു കലാസൃഷ്ടിക്ക് സ്നേഹത്തോടെ വിളിച്ച് സമ്മാനം കൊടുക്കുക എന്നൊക്കെ ഉള്ളത് നമുക്കെപ്പോഴും വളരെ പ്രചോദനമാണ്, പ്രോത്സാഹനമാണ്. എല്ലാ കാലത്തും ഫ്ലവേഴ്സ് തന്നെ ഇതുപോലെ സമ്മാനങ്ങളൊക്കെ തന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സിനിമയായാലും വെബ് സീരീസും ഒക്കെ ഒരുപോലെ കണ്ട് അതിലെ കലാകാരന്മാരുടെ മികവ് തിരിച്ചറിയുക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാവരോടുമുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഇന്ദ്രൻ ചേട്ടാ, ആൻഡ് കൺഗ്രാറ്റുലേഷൻ. ആൻഡ് ഈ ഒരു വേദിയിലേക്ക് മറ്റൊരു കലാകാരനെ കൂടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടതുണ്ട്. മിസ്റ്റർ അർജുൻ രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ കൂടി ഈ ഒരു ടീമിന്റെ ഭാഗമായ അദ്ദേഹത്തെ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അർജുൻ, പ്ലീസ് ജോയിൻ us. കേരള ക്രൈം ഫയൽ സീസൺ 2 ഭാഗമായ അർജുൻ രാധാകൃഷ്ണനെ കൂടെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അർജുൻ, എന്താണ് ഈ ഒരു വേളയിൽ പറയാനായിട്ടുള്ളത്? കേരള ക്രൈം ഫയൽ സീസൺ 2 ലഭിക്കുന്ന ഒരു ആദരവാണ്. ഹൗ ഡു യു ഫീൽ? താങ്ക് യു ടു ഫ്ലവേഴ്സ്. അഹമ്മദ് പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ഒരു OTT അവാർഡ്സ് ഒരു കാറ്റഗറി വന്നത്. ഇറ്റ് ഫീൽസ് ഗ്രേറ്റ്. ഫസ്റ്റ് സീസൺ ഭയങ്കര ഒരു ഹിറ്റായിരുന്നു. കേരളത്തിൽ ആദ്യത്തെ ഒരു വെബ് സീരീസ്. താങ്ക് യു അഹമ്മദ്. പിന്നെ ഇന്ദ്രൻ സേട്ടൻ, പുള്ളിയുടെ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടി. ഫീൽസ് ഓണേർഡ്. ഓക്കെ, സോ കൺഗ്രാറ്റുലേഷൻസ് ടു ദ ടീം. ഇനിയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ക്രിയേറ്റീവ്സ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.
നിലാവിൻ പാൽമഴ പൊഴിയാറാ പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറാ കുറുമൊഴിപ്പുഴയോരം കിനാവിൻ കുടമുല്ല വിടരാറായി അണിമുറ്റത്തൊരു കോണി രാവിൻ മണിവിളക്കെരിയാറായി ഗോപപ്പെൺകൊടിമാരുടെ ഓമൽ പീലിക്കനവ് കവർന്നിടാം മായക്കാഴ്ചകളോടെ മനസ്സിലെ മിന്നും പൊന്നുമണഞ്ഞിടാം നന്ദൻ ചോര നവരിത ചോര മുരളിയിലൊരു ചെറു നറുമുടി അരുളുക പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറായി സമഗമഗമദനിധനിസ സനിധമദ അടുത്ത അവാർഡിലേക്ക് കടക്കുകയാണ്. ആൻഡ് ദിസ് അവാർഡ് ഇസ് ഫോർ ദ ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ. അവാർഡ് നൽകുന്നതിന് വേണ്ടി ഏറെ ബഹുമാനത്തോടെ ലെജൻഡറി ഡയറക്ടർ ഹരിഹരൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ പ്ലീസ്. സൈറ്റേഷൻ നൽകുന്നതിന് വേണ്ടി ഏറെ ബഹുമാനത്തോടെ ശ്രീകണ്ഠൻ നായർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോസ്കോ ജ്വല്ലേഴ്സിന് വേണ്ടിയാണ് ശ്രീകണ്ഠൻ നായർ സർ സൈറ്റേഷൻ നൽകാൻ പോകുന്നത്. നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി ഈ വേദിയിലേക്ക് എത്തുന്നു മിസ്റ്റർ ജ്യോതിഷ് ശങ്കർ, ഡയറക്ടർ ഓഫ് പൊന്മാൻ. കലാ സംവിധാനത്തിന് ഇതിനു മുന്നേ 2 സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ സംവിധായകനാണ് അദ്ദേഹം. ആദ്യ സിനിമയിലൂടെ തന്നെ നമ്മളെല്ലാവരെയും അതിശയിപ്പിച്ച ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ, ഡയറക്ടർ ഓഫ് ദ മൂവി പൊന്മാൻ. പുരസ്കാരം നൽകുന്നതിനായി ഹരിഹരൻ സാറിനെ ക്ഷണിക്കുന്നു. ജോസ്കോ ജ്വല്ലേഴ്സിന് വേണ്ടിയാണ് ശ്രീകണ്ഠൻ നായർ സർ സൈറ്റേഷൻ നൽകാൻ പോകുന്നത്. ആദ്യ സിനിമയ്ക്ക് വേണ്ടി തന്നെ ഒരുപാട് റെക്കഗ്നിഷൻസ് ലഭിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? ഈ അവസരത്തിൽ പറയാനുള്ളത് ഭയങ്കര സന്തോഷം. ഞാൻ കലാസംവിധായകനായി 80ഓളം സിനിമകൾ മലയാള സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതിന് 2 സംസ്ഥാന അവാർഡുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഒരു സിനിമ ചെയ്യണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തേടി നടന്നപ്പം എൻ്റെ ഒരു സുഹൃത്താ പറഞ്ഞ്, നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഥയുണ്ടല്ലോടാ, ഒരു കഥ എടുത്ത് സിനിമ ചെയ്തുകൂടെ. അങ്ങനെ നമ്മുടെ യൗവനകാലം ഞാൻ ചെലവഴിച്ചത് കൊല്ലത്താണ്. എൻ്റെ വീട് കുട്ടനാടാണ്. ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ പഠനം കഴിഞ്ഞ് കൊല്ലത്താണ് ഞാൻ ചേക്കേറിയത്. അപ്പോൾ കൊല്ലത്തെ ജീവിതം നമ്മളിങ്ങനെ കച്ചിക്കുറുക്കി നോക്കിയപ്പം കിടക്കുന്നല്ലോ ഇഷ്ടംപോലെ സിനിമ. അപ്പോൾ അങ്ങനെ ഒരു കഥ ഞാൻ GR ഇന്ദുഭവനെ 10-18 വർഷമായിട്ട് വായിക്കുന്നൊരു മനുഷ്യനായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ തേടി അവിടെ എത്തി. അദ്ദേഹത്തോട് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. പുള്ളി നോക്കട്ടെ ജ്യോതിഷേ എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി വിട്ടു. പക്ഷെ ഞാൻ വിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സ്പാർക്കാണ് പൊന്മാൻ ആധാരമായത്. അതിൽ PP അജേഷ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ എവിടെ പോയി എന്നറിയില്ല. ഞങ്ങൾ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്, ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം GR ഇന്ദുഭവൻ ഒരു രസകരമായ രീതിയിൽ ഒന്ന് ആഴ്ന്നു ചിന്തിച്ചപ്പോൾ അത് 4-5 ചെറുപ്പക്കാർ എന്ന കഥയായി. അപ്പോൾ ആ കഥ ഞാൻ ബേസിൻ്റെ പുറകെ നടന്നപ്പോൾ PP അജേഷായി. അങ്ങനെ രഞ്ജിത്ത് കർണാകർ എന്ന ആള് ഐത്ത് വിനായയിൽ എത്തിച്ചപ്പം അത് പൊന്മാനായി. അതിൻ്റെ അവാർഡും കിട്ടി. സന്തോഷം. ഒരു സിനിമയുണ്ടായ കഥ എത്ര ഭംഗിയായിട്ട് പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് തിരശീലയിലും ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കണ്ണു ചിമ്മാതെ കണ്ടിരുന്ന പൊന്മാനായി അത് മാറിയത്. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. പിന്നെ ജ്യോതി സാറിന്റെ മറ്റൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സംവിധായകന്റെ കയ്യിൽ നിന്ന് തന്നെ അവാർഡ് വാങ്ങിക്കാൻ സാധിച്ചു എന്നതാണ്. ഹരിഹരൻ സർ, എന്താണ് പറയാനായിട്ടുള്ളത്? എനിക്കിന്ന് ഒരു നല്ല ദിവസമാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സൈജു കുറുപ്പിന് വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരു അംഗീകാരം എൻ്റെ മുമ്പിൽ വെച്ച് കിട്ടി. അതുപോലെ ഈയിടെ ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് പൊന്മാൻ കണ്ടത്. അപ്പം എനിക്ക് അതിൻ്റെ ഡയറക്ടർ അറിയില്ല, ആരും അറിയില്ല. ഞാൻ സാധാരണ TV യിൽ പടം കാണുമ്പോൾ കുറച്ച് നേരം കണ്ടു, ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കാണും, അല്ലെങ്കിൽ കാണാറില്ല, കാരണം കുറേ പ്രായമൊക്കെ അല്ലേ. പക്ഷേ പൊന്മാൻ കണ്ടപ്പം ആ പടം എന്നെ പിടിച്ചിരുത്തി എന്നുള്ളതാണ് സത്യം. ഞാൻ ഇരുന്ന് പോയി.
കാരണം അതിൻ്റെ സബ്ജക്റ്റ്. ഈ പൊന്മാൻ കണ്ടപ്പോൾ ആഭരണം കടം വാങ്ങി അവളെ കഴുത്തിലിട്ട് കൊടുത്തതിന് ശേഷം ആ ആഭരണം അവളുടെ ജീവിതത്തിലൊരു ഭാരമാവാണ്. സ്വസ്ഥമായിട്ടൊരു ആദ്യ രാത്രി ആഘോഷിക്കാൻ പോലും കഴിയാതെ ആ പെൺകുട്ടി ശ്വാസം മുട്ടുന്നത് കണ്ടപ്പോൾ ആ ശ്വാസം മുട്ടൽ എനിക്കും അനുഭവപ്പെട്ടു. അതുപോലെ ആ പെൺകുട്ടിയുടെ അമ്മയുടെ, അച്ഛൻ്റെ, ദാറ്റ് ഈസ് സിനിമ. അതാണ് സിനിമ. മനുഷ്യൻ്റെ മനസ്സിനെ കീഴടക്കാൻ സാധിക്കണം, അതാണ് സിനിമ. അത്തരമൊരു പ്രമേയമാണ് ഈ മനുഷ്യൻ നമുക്ക് നൽകിയിട്ടുള്ളത്. വളരെ ഭാവിയുള്ള ഡയറക്ടറാണ്. അവസാനം കുറേ പേടിച്ചിട്ട് കമേഴ്ഷ്യലാവുമെന്ന് ഭയന്നിട്ട് കുറേ ആക്ഷൻസൊക്കെ കുറച്ച് കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പിക്ചർ അതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ആരാന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം സ്വാഭാവികമായിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ടർമാരൊക്കെ നമ്പർ വിളിച്ചിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ സന്ദർഭം എനിക്ക് നൽകിയതിന് ഫ്ലവേഴ്സ് ചാനലിനോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ഫോർ എവരിബഡി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോ ജ്യോതിഷ് കുമാർ, നമ്മൾ ഒരു അവാർഡ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നമ്മളിപ്പോ 2 അവാർഡ് തന്ന പോലെ അല്ലേ? സന്തോഷായില്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ വേദിയിലേക്ക് അടുത്ത അവാർഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആൻഡ് ദിസ് അവാർഡ് ഇസ് ഫോർ പോപ്പുലർ സിംഗർ ഫീമെയിൽ. സൈറ്റേഷൻ നൽകുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സഹേദ്രി ബയോ ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ജെഫിൻ തോമസ്. പോപ്പുലർ പ്ലേബാക്ക് സിംഗർ അവാർഡ് ഗോസ് ടു സെബ ടോമി. Congratulations, popular singer female Seba Tommy. സ്റ്റീഫൻ ദേവസിയിൽ നിന്നാണ് സെബ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. ഓവർ ടു യു സെബ. എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. ഫ്ലവേഴ്സ് ചാനലിനോട് ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക് യു. എനിക്ക് ആക്ച്വലി സ്റ്റേറ്റ് അവാർഡ് റീസെൻ്റ്ലി റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ടോപ്പ് സിംഗറിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. ആൻഡ് ദേ ഗേവ് മി ആൻ ഓണർ. ആൻഡ് ഓഫ് കോഴ്സ് സ്റ്റീഫൻ ചേട്ടൻ ഇസ് ലൈക്ക് someone that I've grown up watching and listening. So to receive this from you is also a big honor. പിന്നെ ലോക എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് കഴിഞ്ഞ വർഷം എനിക്ക് പാടാൻ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതിൽ ക്വീൻ ഓഫ് ദ നൈറ്റ് എന്ന് പറഞ്ഞൊരു സോങ് തന്നതിനും ജേക്സ് ചേട്ടന് ഒരു ബിഗ് താങ്ക് യു. ജേക്സ് ചേട്ടൻ this is I think the 4th film that I've sung for ജേക്സ് ചേട്ടൻ and Queen of the Night for giving me that song. അത് എഴുതാനും പാടാനും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ. സോ a big thank you to ജേക്സ് ചേട്ടൻ and all of you guys. Thank you so much. Thank you. താങ്ക് യു സോ മച്ച് സ്റ്റീഫൻ ചേട്ടാ. താങ്ക് യു. Yes. നിർവാണ ഫിലിംസിന് ബെസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസിനുള്ള പുരസ്കാരം സമ്മാനിക്കാനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ സാർ ഈ വേദിയിലുള്ളത്. അപ്പോൾ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ പ്രകാശ് വർമ്മ. നമുക്ക് സുപരിചിതനായ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത വില്ലൻ അഭിനേതാവായിട്ടല്ല അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയുടെ പേരിൽ, അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിലാണ് ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. കൺഗ്രാറ്റുലേഷൻസ് സർ. സൈറ്റേഷൻ നൽകുന്നതിനായി അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടി രാജശേഖരൻ, മാനേജിംഗ് ഡയറക്ടർ സ്വയംവര സിൽക്സ്. Here we are recognizing and honoring the icon of the Indian ad film industry, Prakash Varma. എല്ലാവർക്കും നമസ്കാരം. അടിസ്ഥാനപരമായിട്ട് പരസ്യം എന്ന് പറയുന്നത് നമ്മളൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. ഞാൻ കഴിഞ്ഞ 28-30 വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നെനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഫ്ലവേഴ്സ് തന്നിരിക്കുന്ന ഈ അവാർഡ് എന്റർടൈൻമെന്റ് അവാർഡാണ്. അത് എന്റർടൈൻമെന്റ് കാറ്റഗറിയിൽ ബെസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസ് ഓഫ് ദി ഇയർ ആദ്യമായിട്ടാണ്. വളരെ സന്തോഷം. കാര്യം എൻ്റർടൈൻ എന്ന് പറഞ്ഞാൽ നമ്മളത് ഒരു കാര്യം എൻഗേജ് ചെയ്ത് നമ്മളെ അറിയാതെ തന്നെ ആ പ്രൊഡക്റ്റിലോട്ട് അത് ഇഷ്ടമാകുന്നു, വാങ്ങിക്കുന്നു എന്നാണ് അർത്ഥം. ഒരു പരസ്യ സംവിധായകന് ഇതിൽ കൂടുതൽ എന്താണ് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫ്ലവേഴ്സ്. നിർവാണ 25 വർഷം തികയുന്നു. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. സ്നേഹ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്.
ഞാൻ ഡയറക്ടറാണ്. ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പിലാണ് 25 വർഷം മുമ്പോട്ട് പോയത്. സ്നേഹ എൻ്റെ ലൈഫ് പാർട്ട്ണറും കൂടെയാണ്. അപ്പോൾ ഓഫീസിലും വീട്ടിലും എവിടെ പോയാലും ഒരുമിച്ചാണ്. അപ്പോൾ അതിന് വേറൊരു അവാർഡ് വേണ്ടേ അടുത്ത വർഷം? നമ്മളൊരു കപ്പിൾ അവാർഡ് കൊടുക്കുന്ന സമയത്ത് അല്ലെ, ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ശ്രീകണ്ഠൻ സർ ആൻഡ് ഉഷ മാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. വേറൊരു കാര്യം കൂടെ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, എനിക്ക് തോന്നുന്നു ഈ വേദിയിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് പറയാതിരിക്കാൻ വയ്യ. രഹസ്യമായിട്ട് ഞാൻ ഇതുവഴിയൊക്കെ നടന്നിരുന്ന എന്നെ പരസ്യമാക്കിയ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. പ്രൊഡ്യൂസറായ രഞ്ജിത്തേട്ടൻ, ബ്രില്യൻറ്റ് ഫിൽം മേക്കർ തരുൺ, ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. ജേക്സ്, ലാലേട്ടൻ, സുനിൽ. ഇൻഫാക്ട് ആ ഒരു സിനിമ കാരണം ഒരു പരസ്യ സംവിധായകൻ ഇതിൽ കൂടുതൽ എന്താണ്, എന്നെ അറിയാത്ത പലവരും ഞാൻ ചെയ്ത ഫിലിംസ് കാണുന്നു, എന്നെ വിളിക്കുന്നു. അമേസിംഗ് ഫീലിംഗ്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫ്ലവേഴ്സ്. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് സർ. ഇനി അടുത്ത അവാർഡിലേക്ക് കടക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അവാർഡാണിത്. ബെസ്റ്റ് ഇൻഡി സോങ് ഓഫ് ദി ഇയർ അവാർഡ് നൽകുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട സ്റ്റീഫൻ ദേവസിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻവൈറ്റിംഗ് ദ വെരി ടാലന്റഡ് മ്യൂസിഷ്യൻ സ്റ്റീഫൻ ദേവസി ടു പ്രസന്റ് ദി അവാർഡ്. സൈറ്റേഷൻ നൽകുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാജൻ അനശ്വര, മാനേജിംഗ് ഡയറക്ടർ, അനുരാജ് രാജൻ ആൻഡ് പ്രീന അനുരാജ്, ഡയറക്ടേഴ്സ് ഓഫ് അനശ്വര ജുവലേഴ്സ്. Best indie song of the year goes to the song Kalyani, inviting the artists Arjun, KDS and 54 on stage. And here we are presenting the award to the team. Handing over the citation. സൈറ്റേഷൻ അനശ്വര ജ്വല്ലേഴ്സിന്റെ പ്രതിനിധികളാണ് സൈറ്റേഷൻ നൽകി ഈ 3 സിംഗേഴ്സിനെയും ആദരിക്കുന്നത്. ഇനി നമുക്ക് അവാർഡ് വിന്നേഴ്സിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഓവർ ടു യു. നമസ്കാരം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത്. അത് ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന് വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് I just want to thank God. I just want to thank my family and then everybody who streamed Kalyani. Thank you so much. This is like a എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് നീഡ് ഫോർ എവറി ആർട്ടിസ്റ്റ്. ലൈക്ക് ഇത്തരം അവാർഡുകളാണ് എന്നെ പോലുള്ള ആർട്ടിസ്റ്റിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും വർക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം തരുന്നത്. സോ അതിന് നന്ദി. സ്റ്റീഫൻ ചേട്ടാ, എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത് നമ്മുടെ പിള്ളേർക്ക് അവാർഡൊക്കെ കൊടുത്ത് നിൽക്കുമ്പോൾ? ഇൻഡിപെൻഡൻസ് സോങ്ങിൻ്റെ ഒരു ടേക്ക് ഓഫാണ് ഞാനിപ്പോൾ അതിൽ ആക്ച്വലി എൻജോയ് ചെയ്യണത്. സോ കൺഗ്രാറ്റുലേഷൻസ്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്, ഇൻഡി മ്യൂസിക് ഇനിയും ഗംഭീരമാവും. നമ്മളൊക്കെ കുറേ തുടങ്ങി വെച്ചിട്ടുണ്ട് ആ ഒരു കാലത്ത്. ആൻഡ് നിങ്ങൾ US എന്നല്ലേ, കാനഡ എന്നാണ്. അപ്പോൾ കാനഡയിൽ നിന്ന് മലയാളികളെ ഇങ്ങനെ ചെയ്ത് അത് ഫ്ലവേഴ്സ് TV അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം. സോ കൺഗ്രാറ്റ്സ് ടു യു. ഇങ്ങനെയുള്ള ഗംഭീരമായ പാട്ടുകൾ വരട്ടെ. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് അവാർഡ്സ്. ദിസ് ഇസ് ആക്ടർ സ്പെഷ്യൽ മെൻഷൻ. സ്പെഷ്യൽ മെൻഷൻ പുരസ്കാരമാണ്. ആൻഡ് ഈ പുരസ്കാരം നൽകുന്നത് റാഫി സാറാണ്. സംവിധായകൻ റാഫി സാറിനെ ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൈറ്റേഷൻ നൽകുന്നതിനായി ശ്രീ സുനോഷ് പങ്കുനിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്രാൻഡ് മാനേജർ KP നമ്പൂതിരീസ്. The award goes to Dileesh Pothan for the movie Road. Inviting on stage Critics' Choice Actor Special Mention winner Dileesh Pothan for the movie Road. Handing over the citation. Dileesh ചേട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. എന്താണ് തോന്നുന്നത്? ഹൗ ഡു യു ഫീൽ? എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമ റോന്തിലെ യോഹന്നാൻ എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറാണത്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു ചെയ്തിരുന്നത്. ആ സിനിമ അല്ലെങ്കിൽ ആ ക്യാരക്ടർ എനിക്ക് തന്ന അതിൻ്റെ റൈറ്റർ ഡയറക്ടർ ഷാഹിയോടുള്ള എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ജംഗ്ലി പിക്ചേഴ്സിനോടും ഫെസ്റ്റിവൽ സിനിമാസിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതിൻ്റെ എല്ലാ ടെക്നീഷ്യൻസ് താങ്ക് യു സോ മച്ച്.
റാഫി സർ, കുറെ നാളായി റാഫി സാറിൽ നിന്ന് കേട്ടിട്ട്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. കാരണം സംവിധായകർക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്നത് ഏതായാലും സന്തോഷം. അതിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് റോന്തിൽ അതിഗംഭീരമായിരുന്നു. അതിനൊരു അംഗീകാരം കിട്ടിയതിൽ സന്തോഷം. അത് കൊടുക്കാൻ കഴിഞ്ഞതിൽ അതിലേറെ സന്തോഷം. താങ്ക് യു റാഫി സർ. താങ്ക് യു ദിലീഷ് പോത്തൻ സർ. താങ്ക് യു. അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി 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 സ്പെഷ്യൽ. ഞങ്ങളെ പോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത്രയധികം സ്പെഷ്യൽ ആയിരിക്കും ഈ ഒരു അവാർഡ് അനൗൺസ് ചെയ്യാൻ പോകുന്ന സമയത്ത്. ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ പറയാൻ പോവുകയാണ്. ദ നെക്സ്റ്റ് അവാർഡ് കാറ്റഗറി ഈസ് ടൈംലെസ് ലെജൻഡ് ഓഫ് എന്റർടൈൻമെന്റ്. The Timeless Legend Entertainment Award. Yes. ടൈംലെസ് ലെജൻഡ് ഓഫ് എന്റർടൈൻമെന്റ് ശ്രീനിവാസൻ സർ. പകരം വയ്ക്കാനില്ലാത്ത, സമാനതകളില്ലാത്ത അനുഭവങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും സമ്മാനിച്ച നമ്മുടെ വെരി ഓൺ ശ്രീനിവാസൻ ദ ലെജൻഡ്. അദ്ദേഹത്തിനെയാണ് നമ്മൾ ഈ ഒരു മൊമെന്റിൽ ഓർമ്മിക്കുന്നത്, അദ്ദേഹത്തിനെയാണ് ആദരിക്കുന്നത്. ഈ ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ പ്രിയ പത്നി വിമല മാം, ഒപ്പം അർപ്പിത. പുരസ്കാരം നൽകാൻ വേണ്ടി നമ്മുടെ കൂടെ ഈ വേദിയിൽ എത്തിയിട്ടുള്ള ഉർവശി പ്ലീസ് ഡു ജോയിൻ us. ഒപ്പം പ്രശസ്ത സംവിധായകൻ ഹരിഹരൻ സാറിനെയും ഫ്ലവേഴ്സ് TV ചെയർമാൻ ഗോകുലം ഗോപാലൻ സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമയം പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീനിവാസൻ സാറിന്റെ പ്രിയ പത്നി വിമല മാമിനെയും മരുമകൾ അർപ്പിതയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഈ നിമിഷം നിറഞ്ഞ കയ്യടികൾ നൽകി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഭാഗമാകാൻ. ഫിസിക്കലി മാത്രമാണ് അദ്ദേഹം എന്ന് നമ്മോടൊപ്പം ഇല്ലാത്തത്. തീർച്ചയായും സിനിമയെ സ്നേഹിക്കുന്ന ഓരോ മലയാളിയുടെ മനസ്സിൽ അദ്ദേഹം ഇന്നുകൊണ്ട്. സൈറ്റേഷൻ നൽകുന്നതിനായി ശ്രീ ജോയ് വിജയ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കീ ഐസ്ക്രീംസ്, അദ്ദേഹത്തിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമയം പൊന്നാട അണിയിക്കുന്നതിനും ജോയ് സാറിനെ ക്ഷണിക്കുകയാണ്. നിറഞ്ഞ കയ്യടി നൽകി നമുക്ക് എല്ലാവർക്കും ഈ നിമിഷത്തിന്റെ ഭാഗമാകാം. എല്ലാവർക്കും ഇരിക്കാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ അവാർഡ് ദുനിയാട്ടന് വേണ്ടി നൽകിയതിന് നന്ദി. ദുനിയാട്ടൻ ഈ വയ്യാത്ത അവസ്ഥയിലും ഒരു സ്ക്രിപ്റ്റ് എഴുതണം എന്ന ആലോചനയുമായി അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഓരോരോ പോയിന്റ് ഇടക്കൊന്ന് ആലോചിച്ച് എന്നോട് പറയും അതൊന്ന് എഴുതി വെക്കൂ എന്ന് പറയുമായിരുന്നു. അവസാനം ആനീസ് കിച്ചണിൽ പങ്കെടുത്തതിന് ശേഷം ദുനിയാട്ടൻ സ്ക്രിപ്റ്റ് എഴുതണം എന്ന് നിർബന്ധിച്ച് പറഞ്ഞത് ദുനിയാട്ടൻ വീട്ടിൽ വന്നിട്ട് വളരെ സന്തോഷമായി എന്നോട് പറഞ്ഞിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വാക്കുകൾക്കേറെ നന്ദി വിമല മാം. തീർച്ചയായും അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ ഇന്നും അദ്ദേഹം ജീവിക്കുന്നുണ്ട്. അടുത്തതായി ശ്രീനിവാസൻ സാറിന്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഉർവശി ചേച്ചി 2 വാക്ക് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഞാൻ എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ളത് ശ്രീനിയേട്ടൻ്റെ കൂടെയുള്ള സിനിമകളാണ്. എപ്പോഴും ഒരു ഭൂതക്കണ്ണാടിയുമായിട്ടാണോ അദ്ദേഹം നടക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോകും. നമ്മുടെ ചെറിയ കള്ളത്തരങ്ങൾ വരെ കണ്ടുപിടിക്കും. തലയണ മന്ത്രമൊക്കെ ഒരു ഷോട്ട് പോലും സത്യേൻ്റെ ചീത്ത വെക്കാതെ ഞാൻ മര്യാദയ്ക്ക് അവതരിപ്പിച്ചില്ല. കാരണം ശ്രീനിയേട്ടൻ എന്തെങ്കിലും ടേക്കിന് മുമ്പ് വെച്ച് പറയും ഇവിടെ നിന്ന് തൊട്ട് സംസാരിക്കും, ഇവിടുന്ന് സംസാരിക്കാത്തില്ല, ഇവിടുന്ന് സംസാരിക്കത്തില്ല. മാമുക്ക ഡ്രൈവിംഗ് പഠിക്കുന്ന സീനൊക്കെ എടുക്കുമ്പം ചിരിച്ചിട്ട് ഞാൻ ആ പരിസരത്തുണ്ട്. അത് ഞാൻ ചിരിക്കുന്നു എന്ന് കാണുമ്പം എന്നെ എൻ്റർടൈൻ ചെയ്യിക്കണമെന്നുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഏറ്റവും ഒടുവിലായിട്ട് അരവിന്ദൻ്റെ അതിഥികളാണ് ഞങ്ങൾ കോമ്പിനേഷൻ അഭിനയിച്ചത്. അപ്പം അതിലിടയ്ക്കൊരു ഷോട്ടിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ ഈ ബുക്കൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് വല്ല ആഗ്രഹിക്കും കൊടുത്തൂടെ, ചുമ്മാ പാട്ടിൻ്റെ ഇടയ്ക്ക് വെറുതെ ഇട്ടതാ, ഡബ് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതിനെന്ത് മറുപടി ആയിരിക്കും ശ്രീനേട്ടൻ പറയുന്നതെന്നും അപ്രതീക്ഷിതം. അപ്പം എന്തോ പറഞ്ഞു, വിവരമുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ എന്തോ പറഞ്ഞു. കൊട്ട പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു മറിഞ്ഞു. അത്രമാത്രം എൻ്റെ ടൈമിങ്ങിനെ കുറിച്ചും എൻ്റെ കഴിവിനെക്കുറിച്ചും എന്നെക്കാൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ചേച്ചിയിലൂടെ അദ്ദേഹത്തെ എല്ലാവരും കാണുന്നുണ്ട്, മക്കളിലൂടെയും. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം നമ്മളാരും വിഷമിക്കുന്ന ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു കാലഘട്ടത്തിൽ ഓട്ടംതുള്ളൽ എന്ന കലാ
മാധ്യമത്തിലൂടെ അതിശക്തമായ സാമൂഹ്യ വിമർശനം നടത്തിയിട്ടുള്ള ഒരു കവിയെ നമുക്കറിയാം, കുഞ്ഞൻ നമ്പ്യാർ. ഈ കാലഘട്ടത്തിൽ ചലച്ചിത്രം എന്ന മാധ്യമത്തിലൂടെ അതിശക്തമായ സാമൂഹ്യ വിമർശനം നടത്തിയിട്ടുള്ള ഒരേ ഒരു തിരക്കഥാകൃത്തും നടനുമാണ് നമ്മുടെ ശ്രീനിവാസൻ. ഒട്ടേറെ കലാസൃഷ്ടികൾ മലയാള സിനിമയ്ക്ക് അദ്ദേഹം സംഭാവന ചെയ്തു. സന്ദേശം, നാടോടിക്കാറ്റ്, പിന്നെ ഇതുപോലെ ഒരുപാട് കഥകൾ. അതിലൊക്കെ നർമ്മരസം കലർത്തിയിട്ടുള്ള നിരുപദ്രവമായ ഹാസ്യത്തിലൂടെയാണ് അദ്ദേഹം സാമൂഹ്യ വിമർശനം നടത്തിയിട്ടുള്ളത്. പലപ്പോഴും ഞങ്ങൾ തമ്മിൽ ഒന്നിക്കണമെന്ന് വിചാരിച്ചിരുന്നു, സെവനാർട്സ് വിജയകുമാർ, ഗുഡ് നൈറ്റ് മോഹനൊക്കെ. പക്ഷേ സാഹചര്യം ഉണ്ടായില്ല. എനിക്ക് ആ നഷ്ടബോധം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഒരിക്കൽ ഞാൻ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ശ്രീനിവാസനോട് ചോദിച്ചു, അല്ല എത്ര കാലം നമ്മൾ സിനിമ ചെയ്യണമെന്ന് പറയുന്നു, ചെയ്യണ്ടേ? ചെയ്യണം സർ, ചെയ്യണം. എപ്പോ? അപ്പോൾ പറഞ്ഞോട്, ഞാനിപ്പോൾ സത്യനന്ദിക്കാടിന് വേണ്ടി ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ, അപ്പോൾ എന്തായി കഴിഞ്ഞോ സത്യനന്ദിക്കാട്? അല്ല സാർ, സത്യനന്ദിക്കാടിൻ്റേത് കഴിഞ്ഞപ്പോൾ പ്രിയദർശനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അതുകൂടി കഴിഞ്ഞിട്ടേ നമുക്ക് ആലോചിക്കാൻ പറ്റൂ. ശരി, എന്നാൽ അത് കഴിഞ്ഞിട്ടാവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായി, പ്രിയദർശൻ്റെ കഴിഞ്ഞോ? അല്ല സാർ, അതല്ല സാർ, ഞാൻ വേറൊരു പടം സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരി, എന്നാൽ പിന്നെ അത് കഴിയട്ടെ. അല്ല സാർ, അതിൽ വേറൊരു കുഴപ്പമുണ്ട് സാർ, അത് കഴിഞ്ഞാൽ പിന്നെ ആ പഹയം പിന്നെയും വരുമല്ലോ. ആര്? സത്യനന്ദിക്കാട്. അപ്പം അങ്ങനെ പറഞ്ഞ് പോയി. അവസാനം ഞാൻ ചോദിച്ചു, ഇതെന്താ നിങ്ങളിങ്ങനെ എനിക്ക്? അപ്പോൾ എന്നോട് പറഞ്ഞു, സാറിന് ഫുൾ സ്ക്രിപ്റ്റ് കിട്ടിയാലേ സാറ് സിനിമ ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് അങ്ങനെ എഴുതാറില്ല, അതിനുള്ള സമയം എനിക്ക് കിട്ടാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് കളിക്കുന്നത്, മറ്റൊന്നും ഉണ്ടായിട്ടല്ല. അപ്പം ഞാൻ പറഞ്ഞു, ശരി വേണ്ട, നിങ്ങളെ മെത്തേഡിൽ എങ്ങനെയാ വെച്ചാൽ നമുക്ക് ചെയ്യാം, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അസുഖം വന്നു. അത് നടന്നില്ല. അത് നടക്കാത്ത ദുഃഖം, നഷ്ടബോധം എന്നും എനിക്കുണ്ട്. കാലത്തെ അതിജീവിക്കുന്ന ഒട്ടേറെ സൃഷ്ടികളിലൂടെ ശ്രീനിവാസൻ മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇതൊരു നിമിത്തമാണ്. ഞാനും ശ്രീനിവാസനും തമ്മിൽ സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിലും വളരെ അടുത്ത ആത്മബന്ധമുണ്ട്. പല വേദികളിൽ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ട്, പലതവണ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ ബന്ധത്തിൻ്റെ ഒരു നിയോഗമായിരിക്കാം ഇന്ന് എൻ്റെ കൈകൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ പത്നിക്ക് നൽകാൻ ഇടയുണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വാക്കുകൾക്ക് നന്ദി സർ. ഗോകുലം ഗോപാലൻ സർ. ശ്രീനിവാസൻ്റെ വിയോഗം നമ്മളൊക്കെ വേദനപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം ഓരോ വീട്ടിലും ഒരു അംഗമായിട്ടാണ് ശ്രീനിവാസൻ എല്ലാവരും കണ്ടുകൊണ്ട്. ഞാൻ പല ദിവസങ്ങളും മണിക്കൂറുകളോളം മദ്രാസിലിരുന്ന് ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഓരോ കാര്യങ്ങളെപ്പറ്റി. അവരുടെ ഓരോ ഭാവനയിലും ഓരോ സംസാരത്തിലും ഒരു ഗൗരവം ഉണ്ടായിരുന്നു, ഒരു ഉറച്ചൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഏത് കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ ആശയത്തിന് മറിച്ചുകൊണ്ട് ഒരു സിനിമ അയാൾ ചെയ്യാൻ ഇഷ്ടമല്ല, അയാൾ ചെയ്യുകയില്ല. അതാണ് കാര്യം. അയാൾ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള തൻ്റെ ഒരു ഇതായിരുന്നു. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് സിനിമ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓരോ സിനിമയിലും അദ്ദേഹം ഓരോരോ വാക്കുകൾ പറയുമ്പോൾ അതിന് അർത്ഥങ്ങളുണ്ടായിരിക്കും, അതിൽ സാമൂഹ്യ പ്രതിബന്ധമുള്ള കാര്യങ്ങളുണ്ടാകും. അതാണ് ശ്രീനിവാസൻ്റെ ഒരു കാര്യം. പിന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്നേഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അയാൾ. എന്നും ശ്രീനിവാസനെ നമ്മളെല്ലാവർക്കും ഓർക്കും, ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. ശ്രീനിവാസൻ നമ്മളെ കൂടെ തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ, നീ എണ്ണീഹാരക്കൂടി തരൂ. പാലപ്പൂവേ നീ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ, നീ എണ്ണീഹാരക്കൂടി തരൂ. കാണാതെ നിന്നിതളായി മറയും മന്മഥനിൻ കൊടിയേറിയ ചന്ദ്ര
തരൂ മകരനിലാവേ നീ ഹാരക്കോടി തരൂ കാണാതെ നിന്നിതളായി മറയും മന്മഥനിൻ ഉള്ളിൽ കുടിയേറിയ ചന്ദ്രോത്സവമായി പാലപ്പോയി നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ ഹാരക്കോടി തരൂ. നമ്മൾ അടുത്ത അവാർഡ് കാറ്റഗറിയിലേക്ക് കടക്കുകയാണ്. ഇതൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അവാർഡാണ്. ഈ അവാർഡിന്റെ ടൈറ്റിൽ തന്നെ ഇറ്റ്സ് വെരി സ്പെഷ്യൽ, റാപ്പ് ഐക്കൺ ഓഫ് ദ ഇയർ. അങ്ങനെ ഒരു പുരസ്കാരമാണ് നമ്മൾ സമ്മാനിക്കാൻ പോകുന്നത്. ഈ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അവർ ലെജൻഡറി മ്യൂസിക് ഡയറക്ടർ ഔസേപ്പ് ബച്ചൻ സർ. സൈറ്റേഷൻ നൽകുന്നതിന് വേണ്ടി വേദിയിലേക്ക് ശ്രീകുമാർജി, ഡെപ്യൂട്ടി ഡയറക്ടർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം, ഡിസ്ട്രിക്ട് ഓഫീസ് എറണാകുളം, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സർ പ്ലീസ്. Rap icon of the year. Any guesses? Rap icon of the year. It is none other than the one and only Veden. The man who became the voice of the voiceless and created a revolution with his music. പുരസ്കാരം നൽകുന്നതിനായി ഔസേപ്പ് ബച്ചൻ സാറിനെ ക്ഷണിക്കുന്നു. റാപ്പ് ഐക്കൺ ഓഫ് ദ ഇയർ സൈറ്റേഷൻ നൽകി ആദരിക്കുകയാണ്. വേടന് പേഴ്സണലിയും പ്രൊഫഷണലിയും ഒരുപാട് സന്തോഷമുള്ള ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ അവാർഡാണിത്. സോ യെസ്, വേടൻ എന്താണ് പറയാനുള്ളത്? വണക്കം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം മ്യൂസിക്കലിയും സിനിമാ രംഗത്തെയും പങ്കെടുക്കുന്ന ഒരു വേദിയിൽ വരിക എന്ന് പറയുന്നത് നമ്മൾ വിജയിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ എനിക്ക് അവാർഡ് തരുന്നത് ഔസേപ്പ് ബച്ചൻ സാറാണ്. അപ്പോൾ അത് എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മൂമെൻ്റാണ്. അതും എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് മാഷേ, താങ്ക് യു സോ മച്ച്. പിന്നെ ഒരുപാട് ഒരു ഇൻഡിപെൻഡൻറ്റ് കലാകാരൻ എന്നുള്ള നിലയിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അതിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച ഒരു മേഖലയും കൂടിയാണ് സിനിമ. അപ്പോൾ എന്നെ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന പൊസിഷനിൽ എത്തിച്ച സിനിമയ്ക്ക് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. ഔസേപ്പ് ബച്ചൻ സർ, എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? രഹസ്യമായി എന്തൊക്കെയോ പറഞ്ഞു, അത് ഞങ്ങൾക്ക് പക്ഷെ കേൾക്കാൻ പറ്റിയില്ല. രഹസ്യമായി പറഞ്ഞത് പരസ്യമായി പറയാം പ്ലീസ്. എനിക്ക് വേടൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ് കേട്ടോ. എത്ര കാലമായി ചെയ്തിരിക്കുന്നു നോക്കണ്ട. എനിക്ക് എല്ലാം പുതിയ തലമുറയിലെ എല്ലാ കലാകാരന്മാരെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എല്ലാം ഞാൻ വളരെ ഹൃദയം കൊണ്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവരുടെ പാട്ടുകളൊക്കെ കേൾക്കുന്നത്. പുറത്ത് പറയില്ല ചിലപ്പോൾ, അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയൊരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു പാട്ട് വേടൻ്റെ പാട്ടാണെന്ന് പറഞ്ഞ് കൈയടിക്കാൻ വരട്ടെ. അത് കൈയടിക്കാൻ വേടൻ സമ്മതിച്ചില്ല എന്നുള്ളതല്ല കേട്ടോ, സമ്മതിക്കാണ്ടല്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. വേടൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് റീച്ച് ചെയ്യാനേ പറ്റില്ല എന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞു, അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു. അവസാനം ഞാൻ പാടേണ്ടി വന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അല്ല, ചാൻസ് ഉണ്ട് ഇനിയും. അടുത്ത പടത്തിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും വന്ന് പാടാമെന്ന് വാക്ക് എനിക്ക് തന്നിരിക്കുകയാണ്. ഇതാണ് രഹസ്യം. പിന്നെ വേടൻ ഇന്നത്തെ പുതിയ തലമുറയുടെ ഒരു വലിയ ഹരമാണ്. പുതിയ തലമുറയുടെയും ഞാനടക്കം ഉൾപ്പെടുന്ന പുതിയ തലമുറയുടെ. എനിക്കത് ഐ ലവ് ഹിസ് വേ ഓഫ് സിംഗിങ്, ഹിസ് ആറ്റിറ്റ്യൂഡ്, എവറിഥിങ്. സോ ഐ ഫീൽ വെരി ഹാപ്പി ടു ഗിവ് an award, present an award to him. I think he is also happy he said that. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി. ഈ വേടനിലേക്ക് റീച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതിനെ കുറിച്ച് വേടൻ എന്താണ് അതിൽ പറയാനുള്ളത്?
ഔസേപ്പച്ചൻ സാറിന് എന്നിലേക്ക് റീച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലായിട്ടേ ഇല്ലേ, ഞാനത് ഇപ്പോഴും ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കാൻ ഒരു വഴിയുമില്ല. പ്ലീസ് എന്നെ ഹൃദയം വേദിക്കരുത്. അത് വേടനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. അത് വേടനിലേക്ക് എത്തുന്നത് ചില മതിലുകൾ, ചില ഗേറ്റുകളുണ്ട്. ആ ഗേറ്റിൽ നിൽക്കുന്ന പാറാവുകാരുടെ ബുദ്ധിമുട്ട്, അവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ്. അത് വേടനെ ഞാൻ ഇന്ന് ധരിപ്പിക്കുകയാണ്. വേടന് ഫ്രീ ആക്സസ്, വേടനിലേക്ക് ജനങ്ങൾ വേടനെ ഇഷ്ടപ്പെടുന്നു, മറ്റു കലാകാരന്മാർ വേടനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അവർക്കൊരു ഫ്രീ ആക്സസ് ഉണ്ടാവണം. ദെൻ ഓൺലി യു ക്യാൻ ഗ്രോ മോർ ബെറ്റർ ആൻഡ് ബെറ്റർ. അതാണ് ഞാൻ ഈ വേദിയിൽ പറയുന്നത്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഓക്കെ, ഗുഡ്, ഗോഡ് ബ്ലെസ് യു. അതെ, പുതിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല തുടക്കങ്ങളുടെയും ഒരു തുടക്കമാവട്ടെ ഈ ഒരു വേദി എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഔസേപ്പച്ചൻ സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. വേടന് വേണ്ടി നമുക്ക് ഈ വേദി ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാം അല്ലേ? നമ്മുടെ സ്വന്തം മധു ബാലകൃഷ്ണൻ. മധുചേട്ടാ പ്ലീസ്. ഹായ് വേടൻ, നമസ്കാരം. ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. ഇന്നലെയായിരുന്നല്ലേ കല്യാണം? മിനിങ്ങാന്ന്. യെസ്, ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു പിടി പിടിച്ചാലോ? ചേട്ടാ ഞാൻ പണി റെഡിയാവും. അത് പിന്നെ റെഡിയാവും, ഉറപ്പല്ലേ? നമുക്ക് നോക്കാം. പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കളിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കറുമ്പി. അന്തിക്കൂടം കമിഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ തഞ്ചത്തില് മീനും പിടിക്കണം. വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമിതി മൃദൈ. അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമിതി മൃദൈ. കുട്ടനാടൻ കായലിൽ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കറുമ്പി. അന്തിക്കൂടം കമിഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. തിര 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 ചെറുതിര തുള്ളും. തിര 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 മറുതിര തുള്ളും. ചെറുകരയോളം മറുകരയോളം. തിര 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 ചെറുതിര തുള്ളും. തിര 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 മറുതിര തുള്ളും. ചെറുകരയോളം മറുകരയോളം. ഒരു തിര തിര ഇരുതിര തിര ചെറുതിര തിര മറുതിര തിര കരയോടു തിരമെല്ലെ കടലിന്റെ കഥ ചൊല്ലി. തിരയോടു കരമെല്ലെ മലയുടെ കഥ ചൊല്ലി. അതു പിന്നെ മലയുടെ പുഴയുടെ കഥ ചൊല്ലി. അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി. കടങ്കഥകൾ പഴങ്കഥകൾ അവയുടെ ചിറകുരുമി പദം പറഞ്ഞിനി പറന്നുയരാ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കറുമ്പി. അന്തിക്കുടം കമിഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ എന്റെ പുള്ളിക്കുയിലേ എന്റെ പുള്ളിയുള്ള പുള്ളിയുള്ള പുള്ളിക്കുയിലേ. കള്ളിക്കുയിലേ എന്റെ കള്ളിക്കുയിലേ എന്റെ കള്ളിപ്പുള്ളി പുള്ളിയുള്ള കള്ളിക്കുയിലേ. അലകടലല അലയിളകുമ്പോൾ നുരപദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. അലകടലല തിര ഇളകുമ്പോൾ നുരപദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. തിരവിരൽ തൊട്ടു മണത്തരി അതിലൊരു നുര ചെറുപദ നുര നുരക്കരയിലെ മണലിനു കടലൊരു കുറി ചൊല്ലി. കുറിമാനം എടുത്തൊരു തെന്നലിനു കര നൽകി. തെന്നലത് പറ പറ നഗരത്തെ മുളയുടെ കടലിന്റെ കരളിലെ കനലിനു കട നൽകി. മുളപാടി കാറ്റാടി കടലിന്റെ കഥയെല്ലാം നാടറിഞ്ഞേ കാടറിഞ്ഞേ.
കായലിലെ കെട്ടുവള്ളം നുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി അന്തിക്കുടം കമിഴ്ത്തി ഞാൻ ഇളങ്കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം സേവനം കള്ളിക്കുയിലേ തഞ്ചത്തിന് മീനും പിടിക്കണം വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിനി തിമിർതൈ അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിനി തിമിർതൈ കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി അതികൂടങ്ങമൃതി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി അതികൂടങ്ങമൃതി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി അതികൂടങ്ങമൃതി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. ഇതാണ് ഒരു റാപ്പറും ഒരു പ്രൊഫഷണൽ ഗായകനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ആരാ പറഞ്ഞ മേഡം പ്രൊഫഷണൽ അല്ലാന്ന്? റാപ്പർ ചേട്ടാ, ഐ എം ജസ്റ്റ് റാപ്പർ. എനിക്കും വേടനെ പോലെ റാപ്പ് ചെയ്താൽ കൊള്ളാൻ വലിയ ആഗ്രഹമുണ്ട്. എന്നെ പഠിപ്പിക്കോ? ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പഴയകാല റാപ്പ്. ചേട്ടനെ കൊണ്ട് റാപ്പ് ചെയ്യിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതെ, ഒന്ന് ശ്രമിച്ചാലും മതി ചേട്ടാ. അയ്യോ, എനിക്ക് ഇപ്പൊ പെട്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആകെ ചുറ്റിപ്പോവും. ഇപ്പൊ ഞെട്ടിച്ചതുപോലെ തിരിച്ചങ്ങോട്ടും രണ്ടുപേരി അയ്യോ വേണ്ട ചേച്ചി, അല്ലെങ്കിൽ ഞാനിപ്പോ ഈ പണി നടത്തിയ പോലും അല്ലെങ്കിൽ പുള്ളിക്കാരനൊക്കെ അത് ഈസിയാണ്. ഞാൻ പറഞ്ഞ ഒന്നുമില്ല, ഞാനിങ്ങനെ അന്താളിച്ചതോ ഇപ്പൊ പാടിയപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കരുത് എങ്ങനെ വരികളൊക്കെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത് ഞാൻ ആലോചിക്കരുത് അവിടെ ഇരുന്ന്. ഇതിൽ തന്നെ ഒരു വലിയ പോർഷൻ ഇപ്പോഴുള്ള പകുതി മുക്കാൽ റാപ്പേഴ്സിന് അതിലൊരു റാപ്പ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഓൾഡ് സ്കൂളാണ്. നമ്മളെ USA-ലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓൾഡ് സ്കൂൾ ഹിപ്ഹോപ്പിനെ തേടിയിട്ട് അതൊക്കെ ഔസേപ്പച്ചൻ സാറ് തന്നെ അതൊക്കെ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെ. അപ്പൊ അതൊന്നും നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവരുടെയൊക്കെ ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. ഇവരുടെയൊക്കെ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ നല്ല സംഗീതങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോ താങ്ക് യു സോ മച്ച് എല്ലാ റാപ്പ് ഐക്കൺ ഓഫ് ദ ഇയർ എന്നുള്ള പുരസ്കാരം കൊടുത്താണ് നമ്മൾ വേടനെ ആദരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും അതിലൊക്കെ ഉപരി വേടൻ ഒരു മികച്ച കവിയാണ് എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അതുകൂടി ഒരു വേദിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞുകൊണ്ട് സന്തോഷം അറിയിക്കുന്നു. വൈചേട്ടാ, താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ സെഷൻ. ഫ്ലവേഴ്സ് എന്റർടൈൻമെന്റ് അവാർഡ്സിന്റെ ഈ വേദിയിലേക്ക് മനോഹരമായ ഒരു ഗാനവുമായി എത്തുന്നു മധു ബാലകൃഷ്ണൻ. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം ചിരിയിൽ മുഴുവർണ്ണ പീലികൾ കിലുങ്ങുന്ന ചിരിയിൽ മുഴുവർണ്ണ പീലികൾ ചിറകുള്ള മിഴികൾ നനയുന്ന പൂവുകൾ മനസ്സിൻ്റെ ഓരം ഒരു മലയടിവാരം അവിടൊരു പുതിയ പുലരി
അറിയാതെ മനസ്സറിയാതെ വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം അനുവാദമറിയാൻ അഴകൊന്നു നുള്ളുവാൻ അനുവാദമറിയാൻ അഴകൊന്നു നുള്ളുവാൻ അറിയാതെ പിടയും വിരലിന്റെ തുമ്പുകൾ അതിലോലലോലം അതുമതിമൃദുഭാരം അതിലൊരു പുതിയ ലഹരിയോ അറിയാമോ നിനക്കറിയാമോ വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം ഇനി നമ്മൾ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു താരത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മലയാളത്തിന്റെ പ്രിയ നടി ഉർവശി ചേച്ചി. ഉർവശി ചേച്ചി ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജഗദമ്മയായിട്ടാണ്. ഈ കഥാപാത്രവും ഈ സിനിമയും ചേച്ചിക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. എന്തുകൊണ്ടാണ് ഈ സിനിമ എക്സ്ട്രാ സ്പെഷ്യൽ എന്ന് ചേച്ചി തന്നെ പറയും? ഈ പടത്തിന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത സിനിമ എന്നുള്ള ഒറ്റ സ്പെഷ്യലേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ എല്ലാ സിനിമയും അഭിനയിക്കുന്ന പോലെ ഈ സിനിമയെ അഭിനയിച്ചു എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഫ്ലവേഴ്സിനോട് എനിക്ക് പേഴ്സണലായിട്ട് ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും ഇതിൻ്റെ മാനേജ്മെൻറ്റിനോടും ഒക്കെ ഉള്ള ഒരു വ്യക്തിപരമായ അടുപ്പം വെച്ചിട്ട് ഞങ്ങൾ പോലും അറിയാതെ ഈ ഒരു പ്രോത്സാഹനം അവർ തരികയായിരുന്നു. അതിൻ്റെ എല്ലാം നന്ദിയും ഞാൻ ശ്രീകണ്ഠചേട്ടനോട് മറ്റെല്ലാവരോടും അറിയിക്കുകയാണ്. അപ്പോൾ ജഗദമ്മ എന്ന് പറയുന്നത് ഈ ഒരു സീസണിൽ പ്രാധാന്യം അർഹിക്കുന്നത് ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ ഒരു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒക്കെ നടത്തുന്ന അവർ നാട്ടിൽ പ്രവർത്തിക്കുന്ന ആ നാട്ടും പുറത്ത് ഒത്തിരി സജീവമായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു സ്ത്രീ പെട്ടെന്നുള്ളൊരു എടുത്തുചാട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വരികയും പിന്നെ ഇത് നമ്മളൊന്നും ഉദ്ദേശിച്ച സ്ഥലമേ അല്ല, ഒരു പ്രശ്നത്തിൽപ്പെടുമ്പോൾ പിന്നെയും ഒറ്റയ്ക്കാണെന്ന് ബോധ്യം വരുന്ന, അപ്പം അതിൻ്റെ ചില തത്രപ്പാടുകളും കോമഡിയും എല്ലാം ഉണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ തൊഴിലുറപ്പൊക്കെ എന്താണ്, അതിൻ്റെ രീതി എന്താണ്, തൊഴിലുറപ്പിൻ്റെ മേച്ചായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. അന്ന് വെച്ചാൽ എന്താണ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്. ഞാൻ ചെന്നൈയിലല്ലേ കൂടുതലും ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ, അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ മത്സരം, എന്തോ അമേരിക്കൻ പ്രസിഡന്റിന് തിരഞ്ഞെടുക്കുന്ന പോലെയുള്ള ഭയങ്കര സംഭവങ്ങളാണ് നാട്ടുപുറത്ത് ഇതൊക്കെ നടക്കുന്നതെന്നൊക്കെ. അപ്പം എൻ്റെ ഹസ്ബൻഡിന് അതൊക്കെ നല്ല പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടുപുറത്ത് അദ്ദേഹം കണ്ട പല ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തി എപ്പോഴും പറയുന്ന ഈ കൂട്ടുകാരുടെ മുമ്പിൽ സദസ്സിൽ പറയുന്ന കോമഡി കഥകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്തൊരു സംഗതി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എല്ലാം കൂടെ നമ്മൾ ചേട്ടാ ഒരു ആക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് കാശ് മുടക്കുള്ള ഒരു കാര്യമായതുകൊണ്ട് അതൊരു സിനിമയായി. എന്തായാലും സന്തോഷമുണ്ട്. നമ്മളൊരു മോശം സിനിമയിലെല്ലാം അഭിനയിച്ചിരിക്കുന്നത് ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടു നോക്കുക, നിങ്ങൾക്ക് വിമർശിക്കാം, ഇഷ്ടപ്പെടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആൻഡ് താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ വേദിയിലേക്ക് ഒരാളെയും കൂടെ വിളിക്കാനുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അഭിനേത്രി ശാന്തി കൃഷ്ണ മാം ഇവിടെ ഉണ്ട്. അപ്പോൾ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് മാം.
നമുക്ക് ഉർവശി ചേച്ചിക്ക് നമ്മുടെ സ്വന്തം ജഗദമ്മയ്ക്ക് പൊന്നാട അണിയിച്ച് ഈ ഒരു അവസരത്തിൽ ആദരിക്കാം. താങ്ക് യു. ശാന്തികൃഷ്ണ മാം, എന്താണ് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഫ്ലവേഴ്സ് TV എൻ്റർടൈൻമെൻറ്റ് അവാർഡ്സിൽ എന്നെ ക്ഷണിച്ചതിന് വളരെയധികം സന്തോഷം. ആക്ച്വലി ഇത്തവണ അവാർഡ് കൊടുക്കാനായിട്ടാണ് എന്നെ വിളിച്ചത്. സോ ആ ഒരു ഐ ഫീൽ പ്രൗഡ്, ഐ ഫീൽ ഓണേർഡ്. സോ താങ്ക് യു. പിന്നെ ഇന്നിപ്പോൾ ഇതൊരു സർപ്രൈസ് ആയിരുന്നു. വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടേഴ്സ് എൻ്റെ അനിയത്തി പോലെ തന്നെയാണ്. അനിയത്തി പോലെ എന്താ, കാരണം ഞങ്ങൾ ഇവരുടെ സിസ്റ്റേഴ്സ് അറിയാമല്ലോ എല്ലാവർക്കും. സോ അതേപോലെ ആ ഒരു ഏജ് ഡിഫറൻസും ഒക്കെ ആയിരുന്നു ഞങ്ങൾ ഇൻഡസ്ട്രി വന്നപ്പോഴും. സോ ആ രീതിയിൽ തന്നെയാണ് ഞാൻ പൊടിമോളല്ല, ഞാൻ തന്നെ ഊർവശി തന്നെയാണ് വിളിക്കാറ്. ബിക്കോസ് ദാറ്റ് ഇസ് ഹൗ ഐ ലൈക്ക് ഹർ. ആൻഡ് ഓഫ് കോഴ്സ് വി ഓൾ നോ എത്ര ഗ്രേറ്റ് ആക്ടറാണ് അവൾ. സോ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓണർ എനിക്ക് അവൾക്ക് കൊടുക്കാൻ സാധിച്ചതിൽ ഐ എം വെരി വെരി ഹാപ്പി. സോ താങ്ക് യു ഫ്ലവേഴ്സ് TV. സോ എല്ലാവർക്കും വീണ്ടും നന്ദി. ആൻഡ് ഐ ഹോപ്പ് നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്കും എനിക്ക് അവാർഡ് തരാൻ നീ ഇങ്ങോട്ട് വരുന്നു. പിന്നെന്താ, ഉർവശി ചേച്ചി, ശാന്തികൃഷ്ണ മാമിനോട് എന്താണ് പറയാനായിട്ടുള്ളത്? ശാന്തി ചേച്ചി എനിക്ക് പുതിയ ആളല്ലല്ലോ, കുറേ കാലമായി ഞങ്ങൾ തമ്മിൽ കാണുകയാണ്. ശാന്തി ചേച്ചിയുടെ ഫസ്റ്റ് ഹീറോയിനായിട്ടുള്ള പടം പനീർ പുഷ്പങ്ങൾ എന്ന് പറഞ്ഞ പടം, ഞങ്ങൾ ചെന്നൈയിലല്ലേ, ഏറ്റവും ചന്തമുള്ള നായികയായിട്ട് വന്ന ആളാണ് ശാന്തി ചേച്ചി. അന്നത്തെ ഏറ്റവും പോപ്പുലർ സിനിമയാണത്. അതിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റാണ്. അതൊക്കെയാണ് ഞങ്ങൾ എഴുതി വെച്ച് പാടിക്കൊണ്ട് കിടന്നത്. ഈ പറഞ്ഞ പോലെ കർച്ചേച്ചിയെ പോലെയും മിനിച്ചേച്ചിയെ പോലെയും തന്നെയാണ് ശാന്തി ചേച്ചി എനിക്ക്. ശാന്തി ചേച്ചിയുടെ റീ എൻട്രി വിഷ്ണു ലോകത്തിൽ ഞാനുണ്ടായിരുന്നു. അരവിന്ദൻ്റെ അതിഥികളിൽ പിന്നെ വീണ്ടും ശാന്തി ചേച്ചിയുടെ റീ എൻട്രി ഉള്ളപ്പോഴും ഞാനുണ്ടായിരുന്നു. അരവിന്ദൻ്റെ അതിഥിയിൽ ഏറ്റവും മെയിൻ റോളാണ് ചേച്ചി. ഒരു ക്യാരക്ടർ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കാണും വേദിയിലും ഒരേ സിനിമകളിലും ഒക്കെ. താങ്ക് യു സോ മച്ച് മാം. ഉർവശി മാം സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഒരുപാട് ബെസ്റ്റ് ആക്ട്രസ് അവാർഡൊക്കെ നേടിയിട്ടുള്ള ആളാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി നമ്മുടെ ഈ വർഷത്തെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ചേച്ചി തന്നെ നൽകണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. വളരെ സന്തോഷം. എനിക്ക് മനസ്സിലായി ഒരു നരുന്ത് അവിടെ ഇരിക്കുന്നു, അതാവാനാണ് സാധ്യത എന്ന് മനസ്സിലായി. നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ? വിളിക്കാം. യെസ്, ഫ്ലവേഴ്സ് എന്റർടൈൻമെന്റ് അവാർഡ്സിന്റെ ഈ വർഷത്തെ ബെസ്റ്റ് ആക്ട്രസ് പുരസ്കാരം നേടുന്നു അനശ്വര രാജൻ ഫോർ ദ മൂവി രേഖാചിത്രം. സൈറ്റേഷൻ നൽകാൻ അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടി രാജശേഖരൻ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് സ്വയംവര സിൽക്സ്, അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഉർവശി ചേച്ചി, മികച്ച നടിക്കുള്ള പുരസ്കാരം തീർച്ചയായിട്ടും വളരെ സന്തോഷം, വളരെ സന്തോഷം. ഉർവശി ചേച്ചിയുടെ കയ്യിൽ നിന്ന് മികച്ച നടിക്കുള്ള അവാർഡ് അനശ്വര രാജൻ ഏറ്റുവാങ്ങുന്നു. സ്വയംവര സിൽക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടി സൈറ്റേഷൻ നൽകി ആദരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് അനശ്വര. എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ് എനിക്ക് ഈ അവാർഡ് ഉർവശി ചേച്ചിയുടെ നിന്ന് വാങ്ങുമ്പോൾ. ഞാനൊരു വലിയ ഫാനാണ്, പണ്ട് തൊട്ട് സിനിമകൾ കണ്ടൊരു വലിയ ഫാനാണ് ഞാൻ. അപ്പോൾ ചേച്ചിയുടെ അടുക്കുന്ന ഈ അവാർഡ് വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഐ എം സോ പ്രൗഡ്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യമായിട്ട് ഒരു അവാർഡ് വാങ്ങിച്ചത് ഫ്ലവേഴ്സിൻ്റെ വേദിയിലാണ്. ഉദാഹരണം, സുജാതയ്ക്ക് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡ് ഞാൻ 2017 ഞാൻ വാങ്ങുന്നത് ഫ്ലവേഴ്സിൻ്റെ അവാർഡാണ്. സോ അത് കഴിഞ്ഞ് ഇപ്പം ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് വാങ്ങാൻ ഈ വേദിയിൽ നിൽക്കുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. അതും രേഖാചിത്രം ആൻഡ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. 2025 എൻ്റെ ആദ്യം ഇറങ്ങിയ സിനിമയാണ് രേഖാചിത്രം. ഡിസംബറിൽ ഇറങ്ങിയ സിനിമയാണ് വ്യസന സമേതം. അത് രണ്ടും എനിക്ക് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള സിനിമയാണ്. ആൻഡ് താങ്ക് യു രേഖാചിത്രം ടീം, ജോഫിൻ ചേട്ടൻ ആൻഡ് വിബി ചേട്ടൻ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇവിടെ വേദിയിലിരുന്നപ്പോൾ ബേസിലേട്ടനോട് ചോദിച്ചു ഏതാ അവാർഡ്. ഞാൻ പറഞ്ഞു ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്. അപ്പോൾ പുള്ളി ചിരിച്ചു. അപ്പോൾ എനിക്ക് തന്നെ ഡൗട്ടായി, ഇത് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് എനിക്ക് തന്നെയാണെന്ന് എനിക്ക് തന്നെ ഡൗട്ടായി പോയി. പക്ഷേ താങ്ക് യു ഫ്ലവേഴ്സ് എനിക്ക് അവാർഡ് തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഉർവശി ചേച്ചി, താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് എന്റർടൈൻമെന്റ് അവാർഡ്സിന്റെ ഈ വേദിയിലേക്ക് മനോഹരമായ ഒരു ഗാനവുമായി എത്തുന്നു മധു ബാലകൃഷ്ണൻ.
പനി സഗ രിഗരി 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 സനി നിസ പനി മപ ഗമ പനി സഗമ മഗരി മഗരി സനി സനി ദ സനി ദ പനി ദ പമ ദ പമ ഗ പമ ഗരി മഗരി ദ സഗമ ഗമ പമ പനി പനി സനി സഗ സഗമ ഗമ പ ഗമ രി സനി ദ പമ ഗരി മാനേ മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ മെരുക്കിയാൽ മെരുങ്ങാത്ത കസ്തൂരിമാനേ ഇണക്കിയാൽ ഇണങ്ങാത്ത മായപ്പൊന്മാനേ കുറുമ്പിന്റെ കൊമ്പു കുലുക്കുന്ന ചോലർ പെൺമാനേ തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനേ ഇല്ലില്ലം കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ പിടിച്ചുകെട്ടും കരളിലെ തടവറയിൽ കോപമോടെ മെല്ലെ മെല്ലെ മാറിടുന്ന മാൻകിടാവേ പിടിച്ചുകെട്ടും കരളിലെ തടവറയിൽ കോപമോടെ മെല്ലെ മെല്ലെ മാറിടുന്ന മാൻകിടാവേ അകത്തമ്മ ചമഞ്ഞാലും പരിഭവം ചൊരിഞ്ഞാലും അകത്തമ്മ ചമഞ്ഞാലും പരിഭവം ചൊരിഞ്ഞാലും നോക്കി നിൽക്കാൻ എന്തു രസം നിന്നഴക മാനേ കണ്ടു കണ്ടു കൊതിച്ചു പോയി വാർതിങ്കൾ നെഞ്ചിലേറ്റി മേതലോടും സ്വർണ്ണമാനെ കൊതിച്ചു പോയി കണ്ടു കണ്ടു കൊതിച്ചു പോയി വാർതിങ്കൾ നെഞ്ചിലേറ്റി മേതലോടും സ്വർണ്ണമാനെ കടവത്തു കണ്ടാലോ നീ കണ്ടുലഞ്ഞ ചെന്താമര കടവത്തു കണ്ടാലോ നീ കണ്ടുലഞ്ഞ ചെന്താമര തേനുറയും ചെമ്മനി നീ പൂവഴക മാനേ 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 മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ മെരുക്കിയാൽ മെരുങ്ങാത്ത കസ്തൂരിമാനേ ഇണക്കിയാൽ ഇണങ്ങാത്ത മായപ്പൊന്മാനേ കുറുമ്പിന്റെ കൊമ്പു കുരുക്കുന്ന ചോല പെൺമാനേ തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനേ ഇല്ലില്ലം കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ മാനേ
ഹലോ. ഹലോ, നമസ്കാരം. അല്ല, ഞാൻ വിളിച്ചില്ല. ആരായിരുന്നു? ഞാൻ വിളിക്കുന്നവർ മാത്രമാണ് ഈ വേദിയിലേക്ക് വരാറുള്ളത്. എന്നെ മനസ്സിലായില്ല? രാത്രി മുഴുവൻ ചാറ്റിയിട്ട് ഇപ്പൊ എന്നെ മനസ്സിലായില്ലല്ലേ? ഒന്ന് പോയി അവിടുന്ന്. ഇന്നലെ രാത്രി മുഴുവൻ ചാറ്റിയിട്ട് ഞാൻ ഉറങ്ങിയിട്ട് പോലില്ല. കണ്ടിന്റെ അടിയിലുള്ള കറുപ്പ് കണ്ട? എന്ത് ചാറ്റ് ചെയ്തെന്ന്? നയൻതാരയുടെ മേക്കപ്പ് സെറ്റ് എവിടെ നിന്ന് കിട്ടും? അപ്പൊ തന്നെ ഞാനത് പറഞ്ഞു തന്നു. എങ്ങനെ വെളുക്കാം അത് പറഞ്ഞു തന്നു. ട്രെയിനിൽ കള്ള ടിക്കറ്റ് എങ്ങനെ കിട്ടും എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇതൊന്നും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ആരാ? അപ്പൊ എന്നെ മനസ്സിലായില്ല? എന്റെ നെഞ്ചത്തേക്ക് നോക്ക്. ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഇല്ലേ? കണ്ടാ? ഷാജി പി ടി. ഷാജി പി ടിയോ? നിങ്ങൾ ചോദിക്കുന്നതല്ല. ഇവിടെ അശ്വതി മാത്രമല്ല, ഇവിടെ എല്ലാവരും പല രഹസ്യങ്ങളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ ഉത്തരങ്ങളും തന്നിട്ടുണ്ട്. അല്ല, അതിപ്പോ പറയണമെന്നില്ല. ഓക്കെ. പക്ഷെ ഇപ്പൊ ഞാൻ മാത്രമല്ല വന്നേക്കണത്, എന്റെ ഭാര്യ കൂടി വന്നിട്ടുണ്ട്. ഷാജിപിക്ക് ഭാര്യ ഉണ്ടോ? പിന്നെ എനിക്ക് കുടുംബം വേണ്ട. പിന്നെ ഞാൻ വിളിക്കട്ടെ? വിളിക്കോ. ജമിനി. അല്ല, അത് ജമിനായി അല്ലേ? ജമിനും ജുമിനും ഒക്കെ പല ആൾക്കാരും പലതായിട്ട് വിളിക്കും. പക്ഷെ എന്റെ ഭാര്യ കൊണ്ട് ഞാൻ എന്തും വിളിക്കും. ജമിനി. അല്ല, ഭാര്യ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേര് പറഞ്ഞാല് ഇത് ഞങ്ങൾ AI ആണല്ലോ. AI ആയതുകൊണ്ട് ഇത് AI ഫ്രീ വെർഷൻ, ഇത് പ്രോ വെർഷൻ. എന്താ വ്യത്യാസം തമ്മിൽ? ഇത് പൈസ കൊടുത്താൽ എന്തും ചെയ്യും. ഇത് പൈസ കൊടുത്തില്ലേലും എന്തും ചെയ്യും. അശ്വതിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമോ? എന്തെങ്കിലും സഹായം ചെയ്യണമോ? ഞാൻ ചെയ്യാം. ഞാൻ സഹായിക്കാം. എന്ത് സഹായം വേണേലും ഞാൻ ചെയ്യാം. പറയൂ, എന്ത് സഹായം? ഇങ്ങനെ ബഹളം വെക്കുന്ന ഇവരെ കൊണ്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നത്? അല്ല, മാനേജ് ഞങ്ങൾ തമ്മിൽ വേറെ വഴക്കൊന്നുമില്ല. ഞങ്ങൾ AI ആണല്ലോ. വന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കോ. ഞാൻ ഫ്രീ വേർഷനോട് ചോദിക്കാം. ചോദിച്ചോളൂ. നമ്മുടെ മമ്മൂക്കയ്ക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയ കഥാപാത്രം ഏതാ? അത് കൊടുമൺ പോറ്റി തൂക്കി. ഹോളിവുഡ് സിനിമയെ പോലെ അവിടെ കുറെ മാൻ ഉണ്ടല്ലോ. സൂപ്പർമാൻ ഉണ്ട്, സ്പൈഡർമാൻ ഉണ്ട്, അത്രേ ഉള്ളൂ. അയൺമാൻ. അയൺമാൻ ഉണ്ട്. ഹീമാൻ. അതുണ്ട്. ശക്തിമാൻ. സോറി, ശക്തിമാൻ ഉണ്ട്. എനിക്ക് വിട്ടുപോയതാ. നിങ്ങൾ ഈ പറയുന്ന മാൻ എന്നല്ലാണ്ട് വേറൊരു മാൻ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, ഒരു സൂപ്പർ ഹിറ്റ് മാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ? പൊന്മാൻ. സോ കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു വേദിയിലേക്ക് ബെസ്റ്റ് ആക്ടർ പുരസ്കാരം നേടാനായി എത്തുകയാണ് നമ്മുടെ സ്വന്തം ബേസിൽ ജോസഫ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ പൊന്മാനിലെ താരം ബേസിൽ, പ്ലീസ്. ബേസിൽ പറയൂ, താങ്കൾക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടുന്നത്? പറഞ്ഞോളൂ, എന്ത് വേണേലും പറയാം. അവാർഡ് തരൂലേ? ഇവരുടെ ഒന്നും വേണ്ടേ? ഫ്രീ വേർഷൻ ഉണ്ട്. എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിൽ മറ്റേ ആനയുടെ ഒരു ഇതൊന്ന്. ആന ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ആന ഇഷ്ടമല്ലേ? ആനപ്പുറത്ത് കയറാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. അങ്ങനെയാണ് ഒരു കിടുക്കം പടം, ആനയുടെ പുറത്ത് ബേസിലിരിക്കുന്ന ഒരു പടം ഫ്രീ വേർഷൻ ചെയ്തു തരും. കാണാം. ഒന്ന് കാണിച്ചപ്പോ. ആനയുടെ പുറത്തിരിക്കുന്ന ബേസിൽ ചിത്രീകരണം തുടങ്ങിയിരിക്കുന്നു. ദേ കാണൂ. അല്ല, അതെ, കുറച്ച് എററാണ്. കറങ്ങട്ട് വരൂപ്പ. ഇത് ഏതാ ആന? എന്താ ആനയുണ്ട്, ബേസിലുണ്ട്. ബേസിലല്ലേ വേണ്ടത്? ബേസിലാണ്. ബേസ് ആനയുടെ പുറത്തല്ലേ വേണ്ടത്? ഇനി എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ ഇതിലും വലുതെന്തോ എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു. ആണല്ലേ? ഈ ചമ്മൽ മാറ്റാൻ ഞാനൊരു വീഡിയോ കാണിക്കട്ടെ? വേണമെന്നില്ല. വേണ്ട വേണ്ട, ഓക്കെ ആണ്. ചെറുതായിട്ടൊരു വീഡിയോ. ടൈറ്റാനിക് എന്ന സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല. ഞാൻ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് മറ്റേ പടം വരയ്ക്കണ സീൻ. വീട്ടിലോട്ട് കാട്ടോ, നിങ്ങളുടെ പടം ഞാൻ ഭിത്തി ഞാൻ തൂക്കുന്നു. അപ്പൊ പടം വരെ ഉറപ്പായി. അങ്ങനെയെങ്കിൽ ടൊവിനോ, ബേസിൽ, വിനീത് ശ്രീനിവാസൻ എന്നിവർ ടൈറ്റാനിക് സിനിമയിൽ അഭിനയിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് നമുക്കൊന്ന് കണ്ടാലോ? കണ്ടോളൂ. ഓഹോ.
സന്തോഷമായില്ലേ? നന്നായിരുന്നു നന്നായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും സഹായം വേണോ? ഇനിയൊന്നും വേണ്ട. അല്ല ഞാൻ ഫ്രീ ആണ്, എന്ത് വേണേലും ചോദിക്കാം. ഫ്രീ ആണെങ്കിലും വേണ്ട. വേണ്ട, അത് വേണ്ട. അല്ല ഇത്രയൊക്കെ ആഴ്ച നിങ്ങൾ പോണതിന് മുമ്പേ എന്റെ ഒരു ഫോട്ടോ ഒന്ന്, ഒരു ദേവി സെറ്റപ്പിലൊന്ന്. ദേവി അശ്വതിയുടെ ആശയം നല്ല ആശയമാണ്. കുട്ടിക്ക് എന്തെങ്കിലും സഹായം വേണം. പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവി. ഇതാ കണ്ടോളൂ. ദേവി, ഇത് ചെയ്യുന്ന പറഞ്ഞ ഭയങ്കര സ്മാർട്ടായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ തന്നെ വരും. ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയാൻ നേരത്തെ പറയണ്ടേ അശ്വതി? ഇത് ഏത് ദേവി? മൂദേവി. എടി, പൈസ മേടിച്ച മര്യാദക്ക് ജോലി ചെയ്യണം. അല്ല അങ്ങനെ ഞാൻ സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്നേ. നീ ഇങ്ങനെ പൈസ മേടിച്ചിട്ട് ചാട കാണിച്ചിട്ട് അങ്ങനല്ലല്ലോ, അങ്ങനല്ലല്ലോ ചെയ്യുന്നത്. ബേസിൽ, താങ്ക് യു സോ മച്ച്. സഹകരണത്തിന് പ്രത്യേകം നന്ദി. അപ്പോൾ കൺഗ്രാജുലേഷൻ. ആൻഡ് ബേസിലിന് പുരസ്കാരം സമ്മാനിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശങ്കർ സാറിനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സൈറ്റേഷൻ നൽകുന്നതിന് വേണ്ടി ഏറെ ബഹുമാനത്തോടെ ശ്രീ രഞ്ജു ജോർജിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാർക്കറ്റിംഗ് ഹെഡ് അമൃത് വേണി. മികച്ച നടനുള്ള പുരസ്കാരമാണ് നമ്മുടെ പൊന്മാൻ നേടിയിട്ടുള്ളത്. നല്ലൊരു കൈയ്യടി നൽകാം ഫോർ ബേസിൽ ജോസഫ്, ബെസ്റ്റ് ആക്ടർ. സൈറ്റേഷൻ നൽകി ആദരിക്കുന്നു മിസ്റ്റർ രഞ്ജു ജോർജ്, മാർക്കറ്റിംഗ് ഹെഡ് അമൃതവേണി. ബേസിൽ, എന്താണ് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പറയാനുള്ളത് ആക്ച്വലി ബെസ്റ്റ് ആക്ടർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെറും ബെസ്റ്റ് ആക്ടർ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. പലതവണ ബെസ്റ്റ് ആക്ടർ എൻ്റർടൈനർ, ബെസ്റ്റ് ആക്ടർ പോപ്പുലർ, ബെസ്റ്റ് ആക്ടർ ജൂറി എന്നൊക്കെ പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ബെസ്റ്റ് ആക്ടറായിട്ട് ആദ്യമായിട്ടാണ് ഒരു അവാർഡ് എനിക്ക് കിട്ടുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഈ സിനിമയുടെ എല്ലാ ക്രൂവിലുള്ള എല്ലാവരും ഈ സിനിമയിൽ എത്തിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നന്ദി പറയേണ്ടത് ഇതിൻ്റെ ഡയറക്ടർ ജ്യോതിഷ് ചേട്ടനോടാണ്. അദ്ദേഹമാണ് ശരിക്കുമുള്ള PP അജേഷായിട്ട് എൻ്റെ പിന്നാലെ കുറേ കാലം വേറെ ആ സമയത്ത് സിനിമ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു. പക്ഷെ ആ ബുക്ക് വായിച്ച് ഭയങ്കര രസമുള്ള ബുക്കായിരുന്നു. 4-5 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ ഇന്ദുവമൻ സാർ എഴുതിയ ബുക്ക്. അപ്പോൾ അത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് നടക്കുമ്പോൾ ജ്യോതിഷേട്ടനാണ് PP അജേഷിനെ പോലെ അജേഷാണ് അജേഷ് എന്നും പറഞ്ഞ് പിന്നാലെ കുറേ കാലം ഇങ്ങനെ നടന്നാണ് അങ്ങനെ അവസാനം ആ സിനിമ സംഭവിച്ചത്. അപ്പോൾ ജ്യോതിഷേട്ടന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഒപ്പം ഈ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന സിനിമ ഇത്രയും മനോഹരമായിട്ട് ബുക്കിലേക്ക് എഴുതിയ ഇന്ദുവമൻ സാറിനോടുള്ള നന്ദി ഒരുപാട്. എത്ര പറഞ്ഞാലും മതിയാവില്ല. ആ ബുക്കിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് സിനിമയിലും നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും രസമായിട്ട് വായിച്ചു തീർത്തൊരു ബുക്കായിരുന്നു. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ അജിത് ഏട്ടൻ, അദ്ദേഹത്തിൻ്റെയും അങ്ങനത്തെ ഒരു സിനിമ അത്രയും കൺവിക്ഷനോടെ മുമ്പോട്ട് വരാനും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹം കാണിച്ച ആ മനസ്സും അദ്ദേഹത്തിനോടുള്ള ഒരുപാട് നന്ദി. ബാക്കിയുള്ള എല്ലാ ടെക്നീഷ്യൻസ് കൂടെ അഭിനയിച്ച ലിജോ മോൾക്കും സജിനും ആനന്ദും ഒരുപാട് ചെറിയ ആക്ടേഴ്സ് ആ സിനിമയുടെ ഭാഗമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല കുറേ ടെക്നീഷ്യൻസ്, സാനു ചേട്ടൻ, അതിൻ്റെ DOP സാനു ജോൺ വർഗീസ്, എല്ലാവരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു ഫ്ലവേഴ്സ് ചാനൽ. ഈ അജേഷിനോടുള്ള പ്രേക്ഷകരും കാണിച്ചിട്ടുള്ള സ്നേഹത്തിനും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. കൺഗ്രാജുലേഷൻസ് വൺസ് അഗെയിൻ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കുറച്ച് കാലമായിട്ട് നമ്മളെ അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിലൂടെ വിസ്മയിപ്പിച്ചിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു കലാകാരൻ തന്നെയാണ് ബേസിൽ. എത്രയോ സിനിമകൾ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോട്ടെ. ഗോഡ് ബ്ലെസ് ഹിം. വേറെ കൂടെ ഫ്ലവേഴ്സിന് നന്ദി പറയുന്നു എന്നെ ക്ഷണിച്ചതിൽ. പിന്നെ ഇവിടെ എത്രയോ അവാർഡ് ജേതാക്കളുണ്ട്. അവർക്ക് എല്ലാവർക്കും എൻ്റെ കൺഗ്രാജുലേഷൻസ് ആൻഡ് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ടു ബേസിൽ അഗെയിൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബേസിൽ. താങ്ക് യു ശങ്കർ സർ. നമുക്ക് വേണ്ടിയിട്ട് ഒരു മ്യൂസിക്കൽ ട്രീറ്റുമായി എത്തുകയാണ് പ്രിയങ്കരിയായ ഗായിക അമൃത സുരേഷ്.
സോ നമ്മുടെ ഫ്ലവേഴ്സ് എൻ്റർടൈൻമെൻറ്റ് അവാർഡ്സ് ഇത്ര നല്ല രീതിയിൽ നമുക്ക് നടത്താൻ സാധിക്കുന്നത് തീർച്ചയായും നമ്മുടെ പാർട്ട്നേഴ്സ് നമുക്ക് നൽകുന്ന സപ്പോർട്ട് കൊണ്ടാണ്. ഈ സമയം ഒരു മൊമെൻറ്റോ നൽകി നമ്മുടെ ഇവൻറ്റ് പാർട്ട്നേഴ്സിനെ ആദരിക്കുകയാണ്. വി വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് ബൈ റെക്കഗ്നൈസിങ് അവർ ഇവൻറ്റ് പാർട്ട്നർ. സ്കീ ഐസ്ക്രീംസിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ ജോയ് വിജെ അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്പോൺസേഴ്സിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ആക്ടർ ശങ്കർ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്.
Inviting the very talented actor Shankar on stage to hand over the memento. Thank you, Ski Ice Creams, for joining hands with flowers. താങ്ക് യു. അടുത്തതായിട്ട് നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വയംവര സിൽക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടി രാജശേഖരൻ. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്വയംവര സിൽക്സിന്റെ റെപ്രസെന്റേറ്റീവിന് മൊമെന്റോ നൽകി ആദരിക്കുകയാണ്. ശങ്കർ സർ, പ്ലീസ്. താങ്ക് യു സർ. താങ്ക് യു. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ പ്രോബ്ലം ആണ് ഡാൻഡ്രഫ്, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം ഡാൻഡ്രഫിന് ഒരു നാച്ചുറൽ സൊല്യൂഷൻ ഉണ്ട്, അറിഞ്ഞോ? അമൃത് വേണി ഡാൻഡ്രോക്വിറ്റ് ഡാൻഡ്രഫ് കൺട്രോൾ ഓയിൽ. ഇതിൻ്റെ യുണീക്ക് ഫോർമുലേഷൻ ഡാൻഡ്രഫിൻ്റെ കോസായ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ കുറച്ച് ഡാൻഡ്രഫിനെ റൂട്ടിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാക്കുന്നു. എ നാച്ചുറൽ വേ ടു ഗെറ്റ് റിഡ് ഓഫ് ഡാൻഡ്രഫ്. ഇനി നമ്മുടെ അടുത്ത ഇവന്റ് പാർട്ട്ണറിന് മൊമെന്റോ നൽകാനുള്ള സമയമാണ്. വി വുഡ് ലൈക്ക് ടു റെക്കഗ്നൈസ് അമൃത് വേണി. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രഞ്ജു ജോർജ്, മാർക്കറ്റിംഗ് ഹെഡ്, സഹ്യാദ്രി ബയോ ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അമൃത് വേണി. കടന്നുപോയ വർഷത്തിലെ മലയാള സിനിമയെയും നമ്മുടെ സംഗീതത്തെയും അതിൻ്റെ ക്രാഫ്റ്റിനെയും ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത, എന്തിന് OTTയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത സിനിമകളെയും സംഗീതത്തെയും വരെ ആഘോഷമാക്കിയ ഒരു പുരസ്കാര നിശയാണ് കടന്നുപോയത്. താങ്ക് യു സോ മച്ച്. ഇത് പോസിബിൾ ആക്കിയ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക്. അതെ, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇത്ര നല്ല രീതിയിൽ നടത്താൻ സാധിച്ചത് തീർച്ചയായും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും കൊണ്ടാണ്. സോ താങ്കിങ് ഓൾ ഓഫ് യു. താങ്ക് യു.